കർണാടക ബാംഗ്ലൂരു ഭാഗത്തേക്ക് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അഥവാ BCA അഡ്മിഷൻ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. നിലവിൽ BCA പഠിക്കാൻ പറ്റിയ നല്ല ഒരുപാട് കോളേജുകൾ ബാംഗ്ലൂർ സീറ്റ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസം പകുതി മുതലേ BCA 2024 അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുള്ള വിവരം നമുക്കറിയാവുന്നതല്ലേ. 3 ലക്ഷം മുതൽ 4.5 ലക്ഷം വരെയാണ് പല കോളേജുകളിലും ഫീസ് റേറ്റ് വരുന്നത്. ഫെസിലിറ്റീസ്, ഹോസ്റ്റൽ സൗകര്യങ്ങൾ, റിസൾട്ട്, ഫൈനൽ ഇയർ പ്ലേസ്മെന്റ്, ഹോസ്റ്റൽ ഫുഡ് ഇത്തരം കാര്യങ്ങൾക്ക് മുൻപരിഗണന കൊടുത്തിട്ടാണ് നിങ്ങൾ കർണാടക ബാംഗ്ലൂർ കോളേജുകൾ അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് എന്റെ വാട്സ്ആപ്പ് നമ്പറാണ് 8072918097. ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം. BCA അഥവാ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ IT രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ കോഴ്സും നല്ല കരിയർ ഓഫർ ചെയ്യുന്ന ഫീൽഡും ആയതുകൊണ്ട് തന്നെ വർഷാവർഷം BCA അഡ്മിഷൻ എടുക്കുന്നവരുടെ എണ്ണം മുൻ വർഷത്തേക്കാൾ എപ്പോഴും കൂടുതലാണ്. വരും വർഷങ്ങളിലും BCA ആഡ് ഓൺ കോഴ്സുകളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി, റോബോട്ടിക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റാ സയൻസ് തുടങ്ങിയ സ്പെഷ്യലൈസേഷൻ കോഴ്സുകളെ നന്നായി പഠിപ്പിച്ച് IBM, ഇന്റൽ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ടാറ്റ തുടങ്ങിയ വലിയ കമ്പനികൾ മുതൽ അത്യാവശ്യം നല്ല സാലറി ഉറപ്പുവരുത്തുന്ന പ്ലേസ്മെന്റുകൾ നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. അങ്ങനെ നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യാനും പറ്റും. BCA സിലബസ് നോക്കുകയാണെങ്കിൽ C++ തുടങ്ങിയ ബേസിക് ലാംഗ്വേജുകളും ജാവ പോലെയുള്ള അഡ്വാൻസ്ഡ് ലാംഗ്വേജുകളും HTML, XML, ജാവാസ്ക്രിപ്റ്റ് പോലെയുള്ള വെബ് ലാംഗ്വേജുകളും ഉൾപ്പെടുന്നതാണ്. ഇത് കൂടാതെ കമ്പ്യൂട്ടറിന്റെ ബേസിക്കായ മൈക്രോ പ്രോസസറും യുണീക് സിസ്റ്റവും ഡേറ്റാബേസ് മാനേജ്മെന്റും കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ നെറ്റ്വർക്കിംഗ് കാര്യങ്ങളും BCAയുടെ സിലബസിൽ ഉൾപ്പെടുന്നതാണ്. ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അഥവാ BCAയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആഡ് ഓൺ കോഴ്സ് തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI എന്ന് പറയുന്നത്. നിലവിൽ 4 ലക്ഷത്തിലേറെ AI പ്രൊഫഷണൽസ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും 6 ലക്ഷത്തിലധികം ജോബ് വേക്കൻസികളാണ് ഇപ്പോഴും AI പ്രൊഫഷണൽസിന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇനി വരും കാലഘട്ടത്തിലും AI ജോബിന്റെ ഡിമാൻഡ് കൂടിക്കൂടി വരികയാണ്. 100% ജോലി ഉറപ്പുവരുത്തുന്നതും വരുംകാലത്ത് ഒരുപാട് സാധ്യതകൾ ഏറി വരുന്ന ഒരു കോഴ്സാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ BCA ആണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് ഞാൻ പറയും. BCAയുടെ കൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആഡ് ഓൺ ആയിട്ട് പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസിന്റെ ബേസിക് നോളജ് ഏൺ ചെയ്യുന്നതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഥവാ കോളേജിൽ AIക്ക് നല്ലൊരു രീതിയിൽ ട്രെയിനിങ് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ അവിടെ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് AIക്ക് വാല്യൂ ഉള്ളതാണോ എന്നും നല്ല രീതിയിൽ പ്ലേസ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നും കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കുക. IT ഫീൽഡിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ശതമാനം കുട്ടികളും എടുക്കുന്ന ഒരു ആഡ് ഓൺ പ്രോഗ്രാം തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യരിൽ കാണപ്പെടുന്ന ഹ്യൂമൻ ഇന്റലിജൻസ് തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും കാണുന്നത്. ഇതിന് മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ് തുടങ്ങിയ മെത്തേഡ്സ് ആണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. മെഷീൻ ലേണിംഗ് ഒരു സ്പെസിഫിക് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഇല്ലാതെ തന്നെ AI സിസ്റ്റത്തെ ഡേറ്റയിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഡീപ് ലേണിംഗ് എന്ന് പറയുന്നത് ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കമ്പ്യൂട്ടറിനെ സഹായിക്കുന്നു. പൈത്തൺ, ജാവ, പ്രൊലോഗ്, ആർക്ക്, C++ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ് AI ഇംപ്ലിമെന്റ് ചെയ്യാനായി കൂടുതലും ഉപയോഗിച്ചു വരാറ്. സിറി, അലക്സ, ഗൂഗിൾ അസിസ്റ്റൻസ് ഇവയൊക്കെ AI ഉപയോഗിച്ചിട്ടാണ് കമാൻഡ്സ് റെക്കഗ്നൈസ് ചെയ്യുന്നതും അതുപോലെ റെസ്പോൺസ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുള്ളത്. ഇനി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നതിനെ പറ്റി പറയുമ്പോൾ ഉദാഹരണമായി പറയുക, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സ്റ്റോർ ചെയ്യാനും അത് നമുക്ക് കാണിച്ചു തരാനുമുള്ള ടെക്നോളജിയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്യാനായി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സെർവർ മാനേജിംഗ് സ്റ്റാഫിനെയും നമുക്ക് ആവശ്യമാണ്. ബിഗ് ഡാറ്റ അനലിറ്റിക്സ് തുടങ്ങിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇത്തരം ഡാറ്റാസിനെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ മാനേജ് ചെയ്യുന്നത്. നമ്മളിടുന്ന ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് വീഡിയോസും ഫോട്ടോസും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുള്ള മറ്റൊരു ടെക്നോളജിയാണ് സൈബർ സെക്യൂരിറ്റിയും എത്തിക്കൽ ഹാക്കിങ്ങും. ഇൻസ്റ്റ, FB മാത്രമല്ല, ബേസിക് ആയിട്ടുള്ള ഏത് ആപ്പ് റൺ ചെയ്യാനും ഉപയോഗിക്കുന്നത് ഇതേ ടെക്നോളജി തന്നെയാണ്. അപ്പോൾ BCA അഥവാ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന് കർണാടക ബാംഗ്ലൂർ ഭാഗത്തേക്ക് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത് എന്റെ വാട്സ്ആപ്പ് നമ്പറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. BCA അഡ്മിഷൻ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നന്ദി.